നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്ന് വൈദ്യുതി മന്ത്രി 24-നോട്. വൈദ്യുതി ക്ഷാമമുണ്ടെങ്കിലും വലിയ വില നൽകി വൈദ്യുതി വാങ്ങുകയാണ്. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ ജനങ്ങൾ പരമാവധി ശ്രമിക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയരുകയാണ്. ചൂട് കൂടിയ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉപകരണങ്ങൾ, AC അടക്കമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെടുന്നത്. സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്കോ? വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ചേരുന്നു. ഏറ്റവും സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ് വൈദ്യുതി ഉപയോഗം. ഇന്നലെ 104.39 എത്തി നിൽക്കുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇത് സർവകാല റെക്കോർഡാണോ മിനിസ്റ്റർ? അതെ. 2023 ഏപ്രിൽ 19 102.99 മില്യൺ യൂണിറ്റാണ്. ഇപ്പോൾ 26 103.9 ആയി. 27 104.67 ആയി. ആഭ്യന്തര ഉൽപ്പാദനം 10 മില്യൺ യൂണിറ്റേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊന്ന് സഹകരിച്ചാൽ, ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് വല്ലാത്ത ബാധ്യത വന്നു വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ടും നമുക്ക് ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അതൊക്കെ ശരി. അതിന് വല്ലാത്ത വില കൊടുക്കുകയാണ്. അതിലെല്ലാവരും കുറച്ച് ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിലവിൽ ലോഡ് ഷെഡിംഗ് എന്നുള്ളൊരു ആലോചന ഇല്ലല്ലോ. ഇപ്പം അതിൽ ആലോചനയൊന്നുമില്ല. പക്ഷേ അത് ഉപയോഗം ലേശമെങ്കിലും കമ്മിയാക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. എന്തായാലും വൈദ്യുതി ക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ, അതായത് ഈ പീക്ക് ഹവറിൽ ഉപഭോക്താക്കൾ കാര്യമായ നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ സംസ്ഥാനം അതിരൂക്ഷമായ വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അവസ്ഥയിലും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. കോതമംഗലത്തെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ 2 പേർ പിടിയിൽ. കൊല്ലപ്പെട്ട സാറാമ്മയുടെ അയൽവാസികളായ 2 പേരാണ് കസ്റ്റഡിയിലായത്. വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സാറാമ്മ കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിലർ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയൽവാസികളായ 2 പേരാണ്. ഇതിനു മുൻപ് അയൽവാസികൾ, ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് ഈ കൊലപാതകവുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ മറ്റു ചില നാട്ടുകാരായ 2 പേരെ സംശയം തോന്നിയിരുന്നു. ഇവരെയാണ് ഇന്ന് രാവിലെയോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ കൊലപാതകവുമായി ഈ ഇരുവർക്കും നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ആ സംശയത്തെ ദൂരീകരിക്കുന്ന ചില തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞാൽ എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വഴിത്തിരിവ് തന്നെയായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ കുറെ നാളുകളായി പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 പവൻ സ്വർണം അത് മോഷ്ടിക്കുന്നതിനിടെയാണ് സാറാമ്മ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ ദുരൂഹത അല്പസമയത്തിനുള്ളിൽ അഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റിന. ശരി. കോതമംഗലത്തെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ കസ്റ്റഡിയിൽ. വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും പത്രിക സമർപ്പിച്ചു. അടുത്ത മാസം 4 വരെ പത്രിക സമർപ്പിക്കാം. കൊല്ലത്ത് നിന്ന് അരുൺ രാജും കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലും ചേരുകയാണ്. ആദ്യം അരുൺ രാജിലേക്കാണ്. അരുൺ രാജ്, എന്തായാലും കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് പത്രിക സമർപ്പിച്ചു. വിവരങ്ങൾ? ക്രിസ്ത്യൻ അല്പസമയം മുമ്പാണ് കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M മുകേഷ് കൊല്ലം ജില്ലാ കളക്ടറേറ്റിലെത്തി നോമിനേഷൻ സമർപ്പിച്ചത്. ജില്ലാ കളക്ടർ മുമ്പാകെയായിരുന്നു നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്തത്. 2 സെറ്റ് നോമിനേഷനാണ് സമർപ്പിച്ചത്. എന്തായാലും വലിയ ആത്മവിശ്വാസം
സ്ഥാനാർത്ഥി പങ്കുവെക്കുന്നുണ്ട്. ജില്ലയിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെ തനിക്ക് കൈവരിക്കും എന്നുള്ളതാണ് എം മുകേഷ് പത്രികാ സമർപ്പണത്തിന് ശേഷം പങ്കുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഈ മണ്ഡലത്തിലെ പൊതുചിത്രവും മുകേഷ് വ്യക്തമാക്കുന്നു. പ്രചരണങ്ങളിലടക്കം തെരഞ്ഞെടുപ്പിന്റെ ഓരോ സ്വീകരണ യോഗങ്ങളിലും തനിക്ക് ലഭിച്ച പിന്തുണ വോട്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആൾക്കൂട്ടം വോട്ടാകില്ല എന്ന മുൻധാരണകൾ അട്ടിമറിക്കപ്പെടും ഇത്തവണ എന്നുകൂടി മുകേഷ് വ്യക്തമാക്കുന്നു. എന്തായാലും പ്രചരണം വീണ്ടും മുകേഷ് ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. എം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ UDF കേന്ദ്രങ്ങളോട് മറുപടി പറയാൻ കൂടി CPM തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് സ്ഥാനാർത്ഥി നോമിനേഷന് ശേഷം ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. DYFയുടെ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബുവാണ് മുകേഷിന് ഡമ്മി സ്ഥാനാർത്ഥിയായി CPM നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രചരണങ്ങളിലേക്ക് നാലാം ഘട്ട പ്രചരണങ്ങളിലേക്ക് CPM കൊല്ലത്ത് കടന്നിരിക്കുകയാണ്. ശരി, അരുൺരാജാണ് കൊല്ലത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലുണ്ട്. അരുൺ, കാസർഗോഡ് NDA സ്ഥാനാർത്ഥി അവിടെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പത്രികയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, 11 മണിയോടുകൂടിയാണ് BC റോഡിൽ നിന്ന്, കാസർഗോഡ് BC റോഡിൽ നിന്ന് റോഡ് ഷോ ആയാണ് 500-ലധികം പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി റോഡ് ഷോ ആയാണ് ജില്ലാ ഭരണാധികാരിക്ക് മുന്നിലേക്ക് ML അശ്വിനി, NDA സ്ഥാനാർത്ഥി ML അശ്വിനി എത്തിയത്. BJPയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ML അശ്വിനിക്കൊപ്പം ഉണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് രവീശചന്ദ്രി കുണ്ടാറുണ്ടായിരുന്നു. 5 പേർ, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 പേർ ML അശ്വിനിക്കൊപ്പം ജില്ലാ ഭരണാധികാരിക്ക് മുന്നിലേക്ക് പോയി. ഇപ്പോഴും അവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 സെറ്റ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഡമ്മി സ്ഥാനാർത്ഥിയായി ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധനാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണം, NDAയുടെ രണ്ടാം ഘട്ട പ്രചരണം മണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞു. ആദ്യ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് NDAയുടെ ML അശ്വിനി. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം, വലിയ സ്വീകാര്യത സ്ഥാനാർത്ഥിക്കുണ്ട് എന്ന് NDA നേതാക്കൾ ഉൾപ്പെടെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി 3ാം ഘട്ടത്തിലേക്ക് പ്രചരണം നടക്കുകയാണ്. ക്രിസ്റ്റീന, കാസർഗോട്ടെ NDA സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് അരുൺ പാറക്കലാണ്. പൗരത്വ നിയമ ഭേദഗതി വഴി ഇന്ത്യയിൽ ആർക്കും പൗരത്വം നഷ്ടപ്പെടില്ലെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. വിലക്കയറ്റം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ BJP ഒരുക്കിയ കെണിയാണ് പൗരത്വ നിയമ ഭേദഗതി. ഈ കെണിയിൽ CPIM വീണു. പൗരത്വ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കുന്നത് വഴി CPIM രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കുകയാണെന്നും ഷിബു ബേബി ജോൺ ആരോപിച്ചു. ഈ രാജ്യത്തെ ഒരു പൗരന്റെയും പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള അഭിപ്രായം RSPക്കില്ല, ഞങ്ങൾക്കില്ല. BJP ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായി പൗരത്വ നിയമം മാറണം എന്നുള്ളതാണ്. അവരാ കെണി ഒരുക്കുന്ന, അതിൽ വീഴരുത്. അവരെ സംബന്ധിച്ചിടത്തോളം പൗരത്വ നിയമം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് രാജ്യത്തുടനീളമുള്ള വിലക്കയറ്റം കാരണമുള്ള പട്ടിണിയും ദാരിദ്ര്യവും അത് മറക്കുന്ന നിലയിലേക്കൊരു ഒരു വിഷയം വേണം എന്നുള്ളതും. തെരഞ്ഞെടുപ്പ് എടുക്കുന്നതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരത്വം അത് തെളിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺരാജ്, ഈ CAA രാജ്യവ്യാപകമായി പലയിടങ്ങളിലും വിമർശിക്കപ്പെടുമ്പോൾ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായ പ്രകടനമാണല്ലോ ഇപ്പോൾ ഷിബു ബേബി ജോൺ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ക്രിസ്റ്റീന, പൗരത്വ വിഷയത്തിൽ RSPയുടെ നിലപാടാണ് ഇന്ന് RSP സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CPIM സംസ്ഥാനമുടനീളം വലിയ രീതിയിൽ ഈ CA വിഷയം ചർച്ചയ്ക്കൊരുക്കുകയും ഭരണഘടനാ സദസ്സ്, സംരക്ഷണ സദസ്സ് എല്ലാ സ്ഥലത്തും നടത്തുകയും ചെയ്തു. ഇന്നലെ കൊല്ലത്തും ഇത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് RSPയുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ പുതിയ ഭേദഗതിയോടുകൂടി ഇന്ത്യയിൽ ഒരാൾക്കും ഈ പൗരത്വം റദ്ദാക്കില്ല. അത് RSP നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പകരം ഈ കേന്ദ്രതലത്തിൽ BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉള്ള ഒരു ജനവികാരം അത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് പൗരത്വവും അയോധ്യയും എല്ലാം BJP ചർച്ചയാക്കുന്നത്. അതിലെ കെണിയിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നും തന്നെ വീഴരുത്. ആ കെണി മനസ്സിലാക്കാനുള്ള ബോധമാണ് ദേശീയതലത്തിൽ പാർട്ടികൾക്ക് ഉണ്ടാകേണ്ടത് എന്ന കൂടെ ഓർമ്മപ്പെടുത്തൽ ഷിബു ബേബി ജോൺ നടത്തുന്നുണ്ട്. എന്തായാലും ഷിബു ബേബി ജോണിന്റെ പ്രസ്താവന UDFന്റെ പൊതു നിലപാടിൽ നിന്ന് വിരുദ്ധമാണ്. നേരത്തെ UDF എടുത്ത നിലപാട് ഈ നിയമ ഭേദഗതി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്നതാണ് എന്നതാണെങ്കിൽ RSP ഇക്കാര്യത്തിൽ നിന്ന് കുറച്ചുകൂടി മാറ്റം വന്നിരിക്കുന്നു. ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരാൾക്കും ഇത്തരത്തിൽ ദോഷമുണ്ടാകില്ല, മറിച്ച് ഇത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട മാത്രമാണ് എന്നുള്ളതാണ്. അത് CPM മനസ്സിലാക്കാതെ ആ കെണിയിൽ വീണിരിക്കുന്നു എന്നുള്ളത് കൂടി കൃത്യമായി RSP പറയുന്നുണ്ട്. ശരി, പൗരത്വ ഭേദഗതി നിയമത്തിൽ RSPയുടെ നിലപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് അരുൺരാജാണ് കൊല്ലത്ത് നിന്ന്. വാർത്തകൾ തുടരുന്നു. കേജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടണമെന്നാവശ്യപ്പെടാൻ ED 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട ഉടൻ അപേക്ഷ സമർപ്പിക്കും. അന്വേഷണവുമായി കേജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് ED പറയുന്നത്. കേജ്രിവാളിനെ ഇന്ന് ഉച്ചയോടെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും.
ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ആർക്കെ 7 ദിവസത്തെ കൂടി കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ ED. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കസ്റ്റഡി കാലാവധി നീട്ടാൻ കാരണമായി പറയുന്നത്? ED ഈ കസ്റ്റഡി കാലാവധി നീട്ടാനായി പറയുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ സാക്ഷികളുടെയും കൂട്ടുപ്രതികളുടെയും സാന്നിധ്യത്തിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും പുലർത്തുന്നത് നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ്. തെളിവുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നത് അറിയില്ല എന്ന മറുപടി നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം ഹാജരാക്കുക എന്ന ഒരു ആവശ്യം ഉണ്ട്. ഒപ്പം തന്നെ വിവരശേഖരണത്തിന് കെജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും അനിവാര്യമാണ്. അതുകൊണ്ട് കസ്റ്റഡി കൂടുതൽ ദിവസത്തേക്ക് നീട്ടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആദ്യം ED കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചിരുന്നത് 10 ദിവസമായിരുന്നു. എന്നാൽ 6 ദിവസമാണ് കോടതി നൽകിയത്. ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി കൂടി വേണം എന്ന് ED ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു 4 ദിവസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 7 ദിവസത്തെ അപേക്ഷ സാധാരണ സമർപ്പിക്കുക. EDയെ സംബന്ധിച്ച് ഈ 4 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അടുത്ത ഏപ്രിൽ 3-ാം തീയതി കെജ്രിവാളിൻ്റെ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ദിവസം അദ്ദേഹം കസ്റ്റഡിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് EDക്ക് അനിവാര്യമായി മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ED ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സംഭരിച്ച തെളിവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അത് കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ അപേക്ഷയിൽ ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 2 മണിയോടുകൂടിയായിരിക്കും കെജ്രിവാളിനെ ഹാജരാക്കുക. അതിനനുബന്ധമായിട്ട് തന്നെ ED ഈ ആവശ്യം, കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിക്കും, അപേക്ഷ സമർപ്പിക്കും. ക്രിസ്റ്റീന. വിശദാംശങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഇൻകം ടാക്സ് അസസ്മെന്റ് റിപ്പോർട്ട് അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത്. നേരത്തെ പരിഗണിച്ചു തള്ളിയ ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നത് ഉചിതമല്ലെന്ന് കോടതി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ ഏകദേശം 520 കോടിയോളം വരുന്ന നികുതി അടയ്ക്കാനുണ്ട് എന്ന് പറയുന്ന പരാതി. ഇപ്പോൾ കോൺഗ്രസ് ഒരു ഹർജി നൽകിയിരുന്നു. ഹർജിയിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ വാദം? കോടതി എന്തൊക്കെയാണ് പറയുന്നത്? ഈ ഹർജിയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് ഈ ഇൻകം ടാക്സ് അസസ്മെന്റ് റിപ്പോർട്ട്, ആ റിപ്പോർട്ട് തെറ്റാണ്. ആ റിപ്പോർട്ട് ഈ വിധത്തിൽ ഉണ്ടാക്കിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അടക്കമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. കോടതി ഈ ഹർജി കേട്ടതിന് ശേഷം കോടതി പറഞ്ഞത് മുൻപ് കോടതി തള്ളിയ അതേ ആവശ്യങ്ങൾ തന്നെയാണ് മറ്റൊരു രീതിയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് ഒട്ടും ഉചിതമല്ല. ഈ വിഷയത്തിൽ ഉള്ള തീരുമാനം എന്താണ് എന്നത് കോടതി ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇൻകം ടാക്സ് അസസ്മെന്റ് റിപ്പോർട്ട് വ്യക്തികളെ സംബന്ധിച്ചും അത് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാം ഒരു വിധത്തിൽ മാത്രമേ പരിഗണിക്കാൻ കോടതിക്ക് നിയമം അധികാരം നൽകുന്നുള്ളൂ. ആർക്കെങ്കിലും അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഭേദഭാവത്തോടു കൂടി ആനുകൂല്യം നൽകാൻ കോടതിയെ സംബന്ധിച്ച് സാധിക്കില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ, ടാക്സ് വിഷയത്തിൽ നിയമത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തീരുമാനം ഇതിനകം കോടതി കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി തങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് കോടതി സ്വീകരിച്ച സമീപനം. അതിനനുബന്ധമായിട്ട് കോൺഗ്രസിൻ്റെ ഹർജി തള്ളുകയും ചെയ്തു. കോൺഗ്രസിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ അഭിഭാഷകനോട് കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഈ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾ അത് വളരെ പെട്ടെന്ന് കോൺഗ്രസിന് തോന്നാനുള്ള കാരണമെന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊരു വാർത്ത സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ ഒഴിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ സ്മൃതി സ്തൂപങ്ങളാണ് വികൃതമാക്കിയത്. വിശദാംശങ്ങളുമായി സജോ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജോ, എന്താണ് സംഭവിച്ചത്? ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ ലഭ്യമാണോ? ക്രിസ്റ്റീന, അല്പസമയം മുൻപാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് കണ്ണൂർ പയ്യാമ്പലത്തെ നേതാക്കളുടെയൊക്കെ സ്മൃതി കുടീരങ്ങൾ ഉള്ള സ്ഥലമാണ്. ഇവിടെ പ്രധാനമായും CPIMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സ്തൂപമാണിത്. അവിടെ ഒരു ചിത്രമൊക്കെ വെച്ചിരുന്നു. അവിടെ നമുക്ക് കരിയോയിലാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയാണോ എന്ന് വ്യക്തതയില്ല. ഈ സ്തൂപം ഒപ്പം EK നായനാരുടെ സ്മൃതി കുടീരം തൊട്ടപ്പുറത്തുണ്ട്. അവിടെയും സമാനമായി ഒഴിച്ചിട്ടുണ്ട്. ഒപ്പം ചടയൻ ഗോവിന്ദൻ,
ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെയും ഇത് 3 സ്മാരക സ്തൂപങ്ങളും സമീപത്ത് തന്നെ ഉള്ളതാണ്. ആ പ്രദേശത്തേക്കാണ് അതിലേക്കാണ് ഇപ്പോൾ അല്പസമയം മുൻപ് മാത്രമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി. ആരാണ് ഇത്? EK നായനാരുടെ സ്മൃതി കുടീരമാണ്. അവിടെയും സമാനമായി ഒരു ദ്രാവകം ഒഴിച്ചിട്ടുണ്ട്. അവ വികൃതമാക്കാനാണ് ശ്രമം നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അല്പസമയം മുൻപ് മാത്രമാണ് ഇത് ഇവിടെയുള്ള ആളുകളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. CPIM നേതാക്കൾ ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളോട് ഒപ്പം CPM നേതാക്കൾ കൂടി ചേരുന്നുണ്ട്. PK ശ്രീമതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ഇത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല, പക്ഷേ വികൃതമാക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഞങ്ങൾ അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ നേതാക്കളും ഉണ്ട്. ഇത് കണ്ണൂരിൽ ആദ്യമാണ്. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവം. പയ്യാമ്പലം സ്മൃതി കുടീരം എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. എത്രയോ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 4 പ്രധാനപ്പെട്ട സ്മൃതി കുടീരങ്ങളിലാണ് ഈ കരിയോയിലോ അല്ലെങ്കിൽ രാസപദാർത്ഥം ഒഴിച്ചിട്ടുള്ളത്. ഞങ്ങളിത് കണ്ട ഉടനെ തന്നെ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വേദനിച്ചു പോയി. കാരണം കണ്ണൂരിൻ്റെ നേതാവല്ലല്ലോ നായനാർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ അല്ല, ദേശീയ നേതാവാണ് അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയെപ്പോലെ ജനങ്ങൾ കാണുന്ന ഏറ്റവും പ്രിയങ്കരനായ ജനകീയ നേതാവ് സഖാവ് നായനാരുടെ, സഖാവ് കോടിയേരിയുടെ മുഖം ഒന്ന് നോക്കൂ. ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തിട്ടുള്ള കോടിയേരിയുടെ മുഖം ഇപ്പം കാണാനില്ല. എന്താ ഈ മരിച്ചുപോയ, നമ്മളിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോയ, ഈ ലോകത്തോട് വിട പറഞ്ഞ ഈ പ്രിയപ്പെട്ട നേതാവിൻ്റെ നോട് ഇത്രയേറെ അമർഷം ആർക്കാണുള്ളത്? എന്തിനാ ഈ ഒരു രാസപദാർത്ഥം ഒഴിച്ചത്? ഇന്ന് വരെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും സ്മൃതി കുടീരം ഇഴചേർന്ന് നിൽക്കുന്ന പോലെയാണ്. അങ്ങനെയുള്ള ഈ ഒരു ഏറ്റവും പുണ്യസ്ഥലമെന്ന് ജനങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് CPM-ന്റെ നേതാക്കളായിപ്പോയി എന്നുള്ളത് കൊണ്ടാണോ സഖാവ് നായനാർ, സഖാവ് കോടിയേരി, സഖാവ് ചടയൻ, സഖാവ് ഭരതേട്ടൻ ഇവരുടെ എല്ലാം സ്മൃതി കുടീരത്തിൻ്റെ മേലെ ഇത് ഒഴിച്ചിരിക്കുകയാണ്. ഇത് വളരെ 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 നിഷ്ഠൂരവും നിന്ദ്യവും നീചവുമായിട്ട് നോക്കൂ സഖാവ് കോടിയേരിയുടെ മുഖം. ഇത് ഗൗരവമായിട്ട് കാണണം. ഇത് വളരെ ആസൂത്രിതമായിട്ട് ആരോ ഈ കണ്ണൂർ ജില്ലക്കകത്ത് കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ അഥവാ രാസപദാർത്ഥം ഒഴിച്ചു. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയത്. സജോ ദേവസ്യ പോകുന്നു എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്ത് ചേതോ വികാരമാണെന്ന് പറയാൻ കഴിയില്ല. എന്ത് തന്നെ ആയാലും ഇത് അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇത് ഒരു തരത്തിലും ഈ പയ്യാമ്പലം സ്മൃതി കുടീരത്തിൽ ഇനി അതിനനുസരിച്ചുള്ള സംവിധാനം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിശദാംശങ്ങളുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങളിൽ പല CPIM നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങളിലാണ് ഏതോ രാസപദാർത്ഥം, കരിയോയിലിന് സമാനമായ രാസപദാർത്ഥം ഒഴിച്ചിരിക്കുന്നത്. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത്. സജോ ദേവസ്യ തുടരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അല്പസമയം മുൻപാണ് എന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ നേതാക്കൾ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ ഈ സംഭവം പകൽ നടന്നതാണോ? CPIM ഇക്കാര്യത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? ക്രിസ്റ്റീന, പോലീസ് സംഭവസ്ഥലത്തുണ്ട്. പ്രാഥമിക പരിശോധന അവർ നടത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോ മറ്റോ നടന്നതായിരിക്കണം. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ഇത്തരം ഒരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പാർട്ടി പ്രവർത്തകരും മറ്റുമൊക്കെ സ്ഥിരമായി വരുന്നൊരു സ്ഥലമാണ്. ഇന്ന് തന്നെ സംഭവിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭരതൻ, ഒപ്പം മുൻ MP, ഒപ്പം ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, EK നായനാർ എന്നിങ്ങനെ 4 പേരുടെ സ്മൃതി കുടീരങ്ങൾ, മറ്റു നേതാക്കളുടെയും ഉണ്ട്, 4 പേരുടെ സ്മൃതി കുടീരങ്ങൾ ഇവിടെ ചേർന്നുള്ളതാണ്. ഈ ഭാഗത്താണ് ഇത്തരമൊരു നമ്മൾ മനസ്സിലാക്കുന്ന എന്തോ ഒരു കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സജോ ദേവസ്യാണ്. പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കി എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. EK നായനാർ, ഭരതൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത്. ഇത് ആസൂത്രിത ആക്രമണമാണെന്നാണ് CPIM നേതാവ് PK ശ്രീമതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ CPIM പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട്. കരിയോയിൽ അല്ലെങ്കിൽ പോളിഷൊക്കെ പോലെയുള്ള ഏതോ ദ്രാവകമാണ് ഒഴിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണിത് ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേതാക്കളെ അറിയിക്കുകയും PK ശ്രീമതി അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. സജോ ദേവസ്യ തുടരുന്നു. സജോ, തുടരാം.
ക്രിസ്റ്റീന, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് ഉൾപ്പെടെയുള്ള CPIഎമ്മിൻ്റെ പ്രധാന നേതാക്കളൊക്കെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തി ഇവിടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പോലീസ് കണ്ണൂർ ടൗൺ ഒക്കെ ഉള്ള സ്ഥലത്ത് CCTV-കളൊന്നുമില്ല. പക്ഷേ അവർ പ്രധാനമായും പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളോടൊപ്പം CPIഎമ്മിന്റെ കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് കൂടി ചേരുകയാണ്. എപ്പോഴാണ് പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇത് വന്നത്? ഇത് ജസ്റ്റ് അരമണിക്കൂർ മുമ്പാണ്. ഇവിടെ മാധ്യമപ്രവർത്തകർ, ഇവിടെ എത്തിയ ഷൂട്ടിങ്ങിന് വന്ന മാധ്യമപ്രവർത്തകരാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ്. അത് അറിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ പല ഘട്ടങ്ങളിലും സംഘർഷനിർഭരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം ഘട്ടങ്ങളൊന്നും പയ്യാമ്പലത്തെ പാർട്ടി നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് നേരെ ഒരാക്രമവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരമൊരു അക്രമത്തിൻ്റെ പിന്നിൽ കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണുള്ളത്. അത് സ്വാഭാവികമായും അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് വളരെ ഗൗരവത്തിൽ പോലീസ് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ഇത് വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി EK നായനാർ, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ മാത്രമല്ല, കേരളം മുഴുവൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാനായൊരു നേതാവാണ്. അതുപോലെ തന്നെ സഖാവ് കോടിയേരി, സഖാവ് ചടയൻ, സഖാവ് ഭരതൻ. ഇവിടെ ഒരുപാട് സ്മൃതി മന്ദിരങ്ങളുണ്ട്. പ്രത്യേകിച്ചും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, എഴുത്തുകാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് നിരവധി ആളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ എല്ലാം സ്മൃതി കുടീരങ്ങൾ ഇതിന് ചുറ്റുവട്ടത്തുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള സ്മൃതി കുടീരത്തിന് നേരെ ഒന്നും ഇത്തരത്തിലുള്ള ഒരു രാസപ്രയോഗം ഉണ്ടായിട്ടില്ല. അത് CPIഎമ്മിൻ്റെ നേതാക്കന്മാരും സ്മൃതി കുടീരം മാത്രം തെരഞ്ഞു പിടിച്ച് ഒരു രാസപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ കോടിയേരിയുടെ ചിത്രം വികൃതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് അതിന് നേരെ രാസപ്രയോഗം നടത്തിയിട്ടുള്ളത്. പരാതി നൽകിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി ഉടൻ പരാതി നൽകും. പോലീസ് ഇത് അറിയിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.